ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉള്ളിത്തണ്ട് കൊണ്ടുള്ള ഒരു കറിയാണ്. ഉള്ളിയും തണ്ടും തനിത്തനിയാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്പൂൺ കണക്കാക്കി വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു തക്കാളി അരിഞ്ഞതും കാഷ്യൂനട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഒരു 13-14 എണ്ണം ഉണ്ട്. നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇവയെല്ലാം വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായി നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തക്കാളി കശുവണ്ടി അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി തണ്ട് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയൊന്ന് മൂടി വേവിക്കാം. കറിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളക്കടല വേവിച്ചതാണ്. ഉപ്പിട്ട് വേവിച്ച കടലയാണ്. അതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് മൂടി വേവിക്കാം. ഇനി ഒരു സ്പൂൺ മുളകും കുരുമുളകും പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. കറിയൊക്കെ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്ക് ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.